ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. നമുക്ക് അതിനകത്ത് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പൊല്യൂഷൻ എടുക്കാനുണ്ട്, പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, എഞ്ചിൻ ഓയിൽ നമുക്ക് ലെവൽ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇത് എൻ്റെ ഓയിൽ ഊറ്റി നോക്കിയതാണ്. ഊറ്റി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 1/2 ലിറ്റർ ഓയിൽ കഷ്ടമുള്ളൂ കേട്ടോ നമുക്കതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേൽ നല്ലത് ഫുള്ളായിട്ട് ഓയിൽ മാറ്റുന്നതാണ്. അപ്പോൾ ഓയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റാം. പിന്നെ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അപ്പോൾ നമുക്ക് പരമാവധി കാർബറേറ്റർ അഴിക്കാത്ത രീതിയിൽ നോക്കാം. കാരണം എന്താ വെച്ചാൽ കാർബറേറ്ററിന് അത്യാവശ്യം പഴക്കമുണ്ട്. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പൊല്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ട്യൂൺ ചെയ്ത് കിട്ടുമെന്ന് നോക്കാം. ഒരു രക്ഷയില്ല, പാസ്സാവുന്നില്ലെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിക്കുക. കാരണം കാർബറേറ്റർ അഴിക്കുമ്പോൾ ഓവർഫ്ലോ വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിനുള്ള പഴക്കമായിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഓൾറെഡി മെക്കാനിസം കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതുമേ ക്ലിയർ ചെയ്യുന്നതിൽ കഥയില്ല. മെക്കാനിസം മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയത് ചെയ്തിട്ട് കാര്യമുള്ളൂ. മെക്കാനിസം ഡിസ്പ്ലേ കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യണേ. കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബറേറ്റർ അഴിച്ചാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ കുറവായതുകൊണ്ട് നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റും നടത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഞാൻ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിച്ചോളാം.